കഴിഞ്ഞ വർഷം ആകെ 40 ലക്ഷം ആഭ്യന്തര അന്താരാഷ്ട്ര യാത്രക്കാരാണ് തിരുവനന്തപുരം വിമാനത്താവളം വഴി കടന്നുപോയത്. 2024 അത് 48.9 ലക്ഷമായിരുന്നു. അപ്പോൾ ഈ യാത്രക്കാരുടെ ഈ കുറവ് വന്നത്, കഴിഞ്ഞ വർഷത്തെ കുറവ് വന്നത് ഈ യൂസർ ഫീയിലെ കൊള്ള മൂലമാണോ അതോ ഈ ഒരു ലോബിയുടെ പ്രവർത്തനം കൊണ്ടാണോ? എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്? യൂസർ ഫീ തിരുവനന്തപുരത്ത് തീർച്ചയായിട്ടും വളരെ കൂടുതലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ യൂസർ ഫീ ഈടാക്കുന്ന എയർപോർട്ട് തിരുവനന്തപുരം തന്നെയാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് മാറാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാറ്റാവുന്നത് അദാനിക്ക് മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. പക്ഷെ അദാനി പറയുന്നത് ഇത് ഗവൺമെൻറ് ഡയറക്റ്റീവ്, കേന്ദ്ര ഗവൺമെൻറ് ഡയറക്റ്റീവിൻ്റെ അവരുടെ നിയമത്തിൻ്റെ അനുസൃതമായിട്ടാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ മറ്റുള്ള എയർപോർട്ടൊക്കെ എന്തുകൊണ്ടാണ് കുറവ്? ഇതിന് ഉത്തരം എനിക്ക് കിട്ടിയിട്ടില്ല. പോട്ടെ, യാത്രക്കാരുടെ എണ്ണത്തിൻ്റെ കാര്യം പറഞ്ഞു. കോവിഡിന് മുമ്പ് ഇവിടെ 45 ലക്ഷം ടച്ച് ചെയ്തതാണ്. അത് കഴിഞ്ഞ് കോവിഡ് ആയപ്പോഴത്തേക്ക് അത് നമുക്ക് വളരെ കുറഞ്ഞു. ഏതാണ്ട് 32 ലക്ഷം മറ്റോ ആയി, വളരെ കുറഞ്ഞു. അത് കഴിഞ്ഞ വർഷം എയർ ഇന്ത്യയുടെ അഹമ്മദാബാദ് വിമാനാപകടം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഒരുപാട് എയർക്രാഫ്റ്റ്സ് മാൻഡേറ്ററി ചെക്കിനായിട്ട് സർക്യൂട്ടിൽ നിന്ന് വിഡ്രോ ചെയ്തപ്പം ആദ്യം ഇവരെല്ലാം ആക്സ് ചെയ്യുന്ന തിരുവനന്തപുരത്തേക്കുള്ള ഫ്ലൈറ്റ്സാണ്. അപ്പോൾ തിരുവനന്തപുരത്തേക്ക് എന്തുകൊണ്ട് ഫ്ലൈറ്റ് ആക്സ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നോൺ മെട്രോ എന്നുള്ളൊരു എക്സ്ക്യൂസ് അവർക്കുണ്ട്. അത് വെച്ചിട്ടായിരിക്കാം. പക്ഷേ അങ്ങനെ ആക്സ് ചെയ്യുമ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തിനാണ് ട്രാഫിക് കുറയുന്നത്. തിരുവനന്തപുരത്തുള്ളവർ എന്ത് ചെയ്യും? ഫ്ലൈറ്റ് ഇല്ലെങ്കിൽ വേറെ ഒരിടത്തും പോയി കയറും. തിരുവനന്തപുരത്തുള്ള യാത്രക്കാർക്ക് പോയല്ലേ പറ്റുള്ളൂ. അത് അവർ നോക്കുന്നില്ല. ഇത് ആക്സ് ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ വേള 45 എന്നുള്ള 40, 48 എന്നുള്ള 40 ആയത്. അതുകൊണ്ടാണ് അതായത് നമ്പർ ഓഫ് ഫ്ലൈറ്റ്സ് കുറച്ചുകൊണ്ടാണ്. അത് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് വളരെ കൂടുതൽ കുറയ്ക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഇൻ്റർനാഷണലിലും ഒരുവിധം വലിയ കുറവൊന്നും ഉണ്ടായില്ല, പെർസെൻറ്റേജ് വൈസ് കുറവൊന്നും ഉണ്ടായില്ല. പക്ഷേ ഡൊമസ്റ്റിക് ഒരുപാട് കുറച്ചു. ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ 2025 ഏപ്രിലിൽ ജാനുവരിയിൽ സമ്മർ ഷെഡ്യൂൾ അനൗൺസ് ചെയ്യുമ്പം ഇവർ പറഞ്ഞ 69 ഫ്ലൈറ്റ്സ് കാണും തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരിനെന്ന് പറഞ്ഞു. എല്ലാ സമ്മർ ഷെഡ്യൂളും വിൻ്റർ ഷെഡ്യൂളും അനൗൺസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് പത്രപ്രസ്താവനകളൊക്കെ വരും. എൻ്റെ കയ്യിൽ അതിലൊക്കെ ഇരിപ്പുണ്ട്. ഈ പ്രസ്താവനയിൽ ഒതുക്കുന്നേ ഉള്ളൂ, ഇവിടെ ഒന്നും ഉണ്ടാകാറില്ല. ഇതിൻ്റെ ചുവട് പിടിച്ചിട്ട് ഇവിടുത്തെ പല അസോസിയേഷൻസും പറയും ഇവിടെ തിരുവനന്തപുരം ഇപ്പോൾ അങ്ങ് ആകാശം വരെ പൊങ്ങാൻ പോവുകയാണെന്നൊക്കെ പറയും. ഇത് 7-8 വർഷമായി ഞാൻ കാണുന്നു, ഒരു വ്യത്യാസവും വന്നിട്ടില്ല. എന്തായാലും 69 ഫ്ലൈറ്റ്സ് ബാംഗ്ലൂർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ശരിക്കും വന്നത് 62 ഉണ്ടായിരുന്നു ആദ്യത്തെ ആഴ്ച. അത് കഴിഞ്ഞിട്ട് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ അത് 49 ഫ്ലൈറ്റായി. അത് കഴിഞ്ഞ് ഒരു മാസം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് 42 അന്ന് തൊട്ട് ഇന്ന് വരെ 42 നിൽക്കുകയാണ്. അത് മിക്കവാറും ഈ കഴിഞ്ഞ ആഴ്ചത്തെ നോക്കിക്കഴിഞ്ഞാൽ 32 ഫ്ലൈറ്റേ ഉള്ളൂ ബാംഗ്ലൂരിന്. ഏറ്റവും കൂടുതൽ ഫ്ലൈറ്റ്സ് ഉണ്ടായിരുന്നതാണ്. ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരിനെക്കാട്ടിലും ഫ്ലൈറ്റ് ഷാർജയ്ക്കുണ്ട്. 35 ഫ്ലൈറ്റ് ഉണ്ട് ഷാർജയ്ക്ക്. അപ്പം ഈ പറയുന്ന നമ്പേഴ്സൊക്കെ പബ്ലിക്കിനെ ഹുഡ്വിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ പ്രസ്താവനകൾ ഇറക്കുന്നതേ ഉള്ളൂ. അല്ലാതെ ഇവിടുന്ന് നമ്പർ ഓഫ് ഫ്ലൈറ്റ്സ് കൂടിയിട്ടൊന്നുമില്ല. കോവിഡിന് മുമ്പുണ്ടായിരുന്ന ഒരാഴ്ചയിൽ, സിമ്പിൾ ടെർമിനോളജിയിൽ പറയുകയാണെങ്കിൽ ഒരാഴ്ചയിൽ 320 ഡിപ്പാർച്ചേഴ്സ് എല്ലാവർക്കും അറിയാം. അതായത് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന ഓരോ ഡെസ്റ്റിനേഷനിലേക്ക് 320 ഡെസ്റ്റിനേഷൻ ടേക്ക് ഓഫ്സ് എല്ലാ ആഴ്ചയും ഉണ്ടാകുന്നു. കോവിഡിന് മുമ്പ് 2018 45 ലക്ഷം നമ്മൾ ടച്ച് ചെയ്തതാണ്. അത് ആ ഗ്രാഫ് ഇങ്ങനെ പൊങ്ങിയാണ് വന്നുകൊണ്ടിരുന്നത്. 45 ലക്ഷം ടച്ച് ചെയ്തതാണ്. കോവിഡ് ഇല്ലായിരുന്നെങ്കിൽ ആ വർഷം നമ്മൾ 49 ടച്ച് ചെയ്യും. അങ്ങനെ ആയിരുന്നു ആ ഒരു ഗ്രാഫിൻ്റെ പോക്ക്. ഈ പ്രസ്താവനകൾ ഇറക്കി ഓരോ സമ്മർ ഷെഡ്യൂൾ വിൻ്റർ ഷെഡ്യൂൾ വരുമ്പോഴും നമ്പർ ഓഫ് ഫ്ലൈറ്റ്സ് കൂടും എന്ന് പറഞ്ഞെങ്കിൽ ഈ 320 ഫ്ലൈറ്റ്സ് എന്നുള്ള കോവിഡിന് മുമ്പുണ്ടായിരുന്നത് കോവിഡ് കഴിഞ്ഞ് നമ്മളൊക്കെ റിവൈവ് ചെയ്ത് 2022 തൊട്ട് എടുത്താൽ തന്നെ 300-ന് അപ്പുറം കടന്നിട്ടില്ല ഇന്നും. പിന്നെ ഇതിലൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ എല്ലാ എയർപോർട്ട്സിലും ഈ ടയർ 2 സിറ്റീസിലുള്ള എല്ലാ എയർപോർട്ട്സിനും ഇത് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. കൊച്ചിയെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കൊച്ചിക്ക് ഇത്ര മോശമല്ല. 720 ഫ്ലൈറ്റ് വരെ പോയിരുന്നു. കൊച്ചി ഇപ്പം 600-ലും 650-നും ഇടയ്ക്ക് കിടന്ന് കളിക്കുകയാണ് ഡിപ്പാർച്ചേഴ്സ് എ വീക്ക്. കഴിഞ്ഞ ഇപ്പം അഹമ്മദാബാദ് ക്രാഷ് കഴിഞ്ഞപ്പോൾ ഇത് 220
തിരുവനന്തപുരത്ത്. 320 ഉണ്ടായിരുന്നു, 220 ഫ്ലൈറ്റ്സ് വീക്കായി. അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു 2 മാസം 3 മാസമായിട്ട് അത് 260, 258, 265 ഇങ്ങനെ കിടന്ന് കളിക്കുകയാണ്. ഇപ്പം ഈ ഫ്യൂവൽ ഹൈക്ക് വന്നപ്പം, പ്രൈസ് ഹൈക്ക് അതിന് മുമ്പ് 270, 280 വരെ പോയിരുന്നു. ഫ്യൂവൽ ഹൈക്ക് വന്ന് ഇൻഡിഗോയും ഒക്കെ ഫ്ലൈറ്റ്സ് കട്ട് ഡൗൺ ചെയ്തപ്പോഴത്തേക്ക് 250-നും 60-നും ഇടയ്ക്ക് കിടക്കുകയാണ്. അത് പൊങ്ങിയിട്ടില്ല ഇപ്പോഴും. അപ്പോൾ ഈ നമ്പേഴ്സൊക്കെ പറയുന്നതൊക്കെ നമ്മൾ എവിടം വരെ പോകും എന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. പക്ഷേ അതിന് 2-3 ഫാക്ടേഴ്സ് ഉണ്ട്. ഞാനതിപ്പോൾ പറയാൻ. അതായത് ഒരു എയർക്രാഫ്റ്റിൻ്റെ, ഒരു എയർപോർട്ടിൻ്റെ സക്സസ് എന്ന് പറയുന്നത്, അതിൻ്റെ വിജയം വരുന്നത് അതിൻ്റെ കണക്ടിവിറ്റിയാണ്. കണക്ടിവിറ്റി എന്ന് പറയുമ്പോൾ അതിൽ പല കാര്യങ്ങളും വരും. അതായത് ഓരോ പർട്ടിക്കുലർ റൂട്ടിലേക്കും നമുക്ക് ഡെയിലി ഷെഡ്യൂൾ വേണം. ഇപ്പോൾ സിംഗപ്പൂർ നമ്മളെ ഡെയിലി ഫ്ലൈറ്റ് ട്രിവാൻഡ്രത്തുനിന്നുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു വലിയ കഥയാണെന്ന് പറഞ്ഞു. 91കളിൽ വൈറ്റ് ബോഡി എയർക്രാഫ്റ്റ്, അതായത് 2 ട്വിൻ ഐൽ എയർക്രാഫ്റ്റ് ആയിരുന്നു ഇവിടുന്ന് പൊയ്ക്കൊണ്ടിരുന്നത്. എയർബസ് A300B എന്ന് പറയുന്ന ഈ എയർക്രാഫ്റ്റ്. അതിൽ 310, 320 ആൾക്കാരെ, പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകാൻ കഴിവുള്ളതാണ് ഇൻ ഫുൾ കോൺഫിഗറേഷൻ. അത് തിരുവനന്തപുരം, സിംഗപ്പൂർ, മെൽബോൺ ആണെന്ന് തോന്നുന്നു, അത് പെർത്തോ ആണ്. അവിടെ നിന്ന് തിരിച്ച് വരും. അങ്ങനെ ആയിരുന്നു ആ ഷെഡ്യൂൾ ചെയ്യുന്നതാണ് എയർ ഇന്ത്യക്കാരൻ്റെ അടുത്ത് പറയുന്നത്. പക്ഷേ അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു അനാവശ്യമായിട്ടുള്ള ഇടപെടൽ കാരണം ആ ഫ്ലൈറ്റ് ഹൈദരാബാദിന് കൈമാറിയിട്ട് തിരുവനന്തപുരത്ത് സിൽക്ക് എയറിന് ഏൽപ്പിച്ചു. ആ സിൽക്ക് എയറാണ് പിന്നെ ചെറിയ എയർക്രാഫ്റ്റ് വെച്ച് ഈ ഫ്ലൈറ്റ് നടത്തിക്കൊണ്ട്, ഡെയിലി ഫ്ലൈറ്റ് ഉണ്ടായിരുന്നതാണ്. ചില ദിവസങ്ങളിൽ 2 ഫ്ലൈറ്റും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നെടുമ്പാശ്ശേരി ഓപ്പൺ ചെയ്തപ്പോഴത്തേക്ക് തിരുവനന്തപുരത്ത് നിന്ന് ആഴ്ചയിൽ 3 ദിവസമായി. എൻ്റെ കമ്പനിയിൽ എൻ്റെ എംപ്ലോയീസിനെ എനിക്ക് സിംഗപ്പൂർ കൊണ്ടുപോകാനായപ്പോൾ ഞാൻ ടിക്കറ്റ് ചോദിച്ചപ്പോൾ തിരുവനന്തപുരത്തുള്ള ട്രാവൽ ഏജൻസി, പ്രമുഖമായിട്ടുള്ള ട്രാവൽ ഏജൻസി, കേരളത്തിലെ വൺ ഓഫ് ദി ലാർജസ്റ്റ്, ഇൻഫാക്ട് ഇനിഷ്യലി ലാർജസ്റ്റ് ട്രാവൽ ഏജൻസി ആയിരുന്ന ഏജൻസി എൻ്റെ അടുത്ത് പറയുന്നത് ടിക്കറ്റ് തന്നു. ഞങ്ങൾ 30 പേർക്ക് ടിക്കറ്റ് തന്ന്. ടിക്കറ്റ് നോക്കിയപ്പോഴത്തേക്കാണ് കൊച്ചിയിൽ നിന്നാണ് ടിക്കറ്റ്. അപ്പം ഞാൻ ചോദിച്ചു, തിരുവനന്തപുരം റോഡ് ഡെവലപ്മെൻറ്റ് കമ്പനി എന്തിനാണ് കൊച്ചിയിൽ നിന്ന് പോകുന്നത്? തിരുവനന്തപുരത്ത് നിന്ന് ടിക്കറ്റ് ഇല്ല. അല്ല, അത് ടിക്കറ്റ് അവിടെ നിന്നാണ് ചീപ്പർ. എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. അപ്പം നേരത്തെ ഈ ഫെയറിൻ്റെ കാര്യം ചോദിച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അവിടെ നിന്നാണ് ചീപ്പർ. അത് എന്തുകൊണ്ട് ചീപ്പായി, അത് സംസാരിക്കാൻ തുടങ്ങിയ ഒരുപാട് പറയാനുണ്ട് അതിനകത്ത്. അത് നമ്മുടെ ഇവിടെ ഉള്ള ഏജൻസീസും കൂടെ കൂട്ടുന്നിട്ടാണ് അവിടെ ചീപ്പാവുന്നത്. കാരണം ഏജൻസീസ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ വെച്ചിട്ടാണ് ഈ ഫെയർ. എക്കണോമിക്സിലൊരു ഇതുണ്ട്, ദി പ്രൈസ് ഇസ് ഡിറ്റർമിൻഡ് ബൈ ദ ട്രാഫിക് ഇറ്റ് ക്യാൻ ബെയർ എന്നും പറഞ്ഞൊരു ഒരു റൂളുണ്ട്. അപ്പോൾ അവിടെ ചീപ്പാവുന്നത് അത്രയും ഇവിടുന്ന് ബുക്കിംഗ് കൊടുത്തിട്ടാണ്. ഈ ട്രാവൽ ഏജൻസീസ് ഇവിടെ ബുക്കിംഗ് കൊടുക്കാൻ ഇൻസിസ്റ്റ് ചെയ്താൽ, എന്തായാലും ഞാൻ അതുവഴി പോയില്ല. ഒരാൾക്ക് 10,000 രൂപ, 32,000 രൂപ അവിടുന്ന് പോവുകയാണെങ്കിൽ 22,000, ഇവിടുന്ന് പോവുകയാണെങ്കിൽ 32,000 എന്നിട്ട് ഞാൻ എൻ്റെ എല്ലാ ആൾക്കാരും ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയുള്ളൂ. ഇനി അത് ചെയ്യേണ്ടതായിട്ട് തോന്നുന്നു. എൻ്റെ ഒരു വാശി. പിന്നെ ഞാൻ കമ്പനിയുടെ ഹെഡായത് കാരണം എനിക്ക് ആ ഡിസിഷൻ എടുക്കാനുള്ള പവർ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറയുന്നത് ഇതെല്ലാം ഈ ലോബി നേരത്തെ പറഞ്ഞതും പിന്നെ ചോദിച്ച ചോദ്യത്തിനൊക്കെ ഉത്തരമാണ്. ഇതെല്ലാം ഈ വളരെ പ്ലാൻഡായിട്ടുള്ള സിസ്റ്റമാറ്റിക്കായിട്ട് തിരുവനന്തപുരത്തിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ലോബിയുടെ വർക്ക് തന്നെയാണ്. ഇപ്പം കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ഡെയിലി ഫ്ലൈറ്റ് ഉണ്ട്. ഇപ്പം കഴിഞ്ഞ ഒരു 3 മാസമായിട്ട്, ഒരു 2 മാസമായിട്ട് ആഴ്ചയിൽ 6 ദിവസമേ ഉള്ളൂ സിംഗപ്പൂരിന് ഫ്ലൈറ്റ്. അപ്പം ഞാൻ സിംഗപ്പൂർ പോകുന്ന ഒരാൾ, ഞാൻ എന്ത് ചെയ്യും? പോയാൽ തിരിച്ച് വരാൻ പറ്റാത്ത ദിവസമാണ് മിക്കവാറും. ഫ്ലൈറ്റ് ഇല്ലാത്ത ദിവസം പോയാൽ തിരിച്ച് വരാൻ പറ്റാത്ത ദിവസമായിരിക്കും. അപ്പോൾ പിന്നെ ഒരു ദിവസം കൂടെ അവിടെ സ്റ്റേ ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ കൊച്ചിയിൽ നിന്ന് പോകും. കാരണം ടു ആൻഡ് ഫ്രോ ഒരിടത്തുനിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ കൊച്ചിയിൽ ആൾ കൂടും. അപ്പം ഇങ്ങനെയുള്ള പല ട്രിക്കുകളും അവിടെ ഉണ്ട്.